ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെപ്പറ്റി എന്തും പറയാം. നാളെ നിങ്ങളെപ്പറ്റിയും പറയാം, ആരെപ്പറ്റി ആർക്കും പറയാം. ഹൂ കേഴ്സ്? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മാസങ്ങൾക്ക് മുൻപ് നൽകിയ മറുപടിയാണിത്. ഒരു പെൺകുട്ടിയെ ബോധപൂർവം ഗർഭിണിയാക്കിയ ശേഷം അവൾ അതിന്റെ പ്രശ്നം പറയുമ്പോൾ ക്രൂരമായി മനസാക്ഷിയില്ലാതെ മറുപടി പറയുവാനും ആദ്യ മാസത്തിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് നിസ്സാരവൽക്കരിക്കുവാനും അമ്മയാകുന്ന നിമിഷം ഒരു പെൺകുട്ടിയിൽ മാനസികമായി സംഭവിക്കുന്ന വൈകാരിക മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ ആ കുഞ്ഞിനെ കൊന്നുകളയാൻ ലളിതമായി ഭീഷണിപ്പെടുത്തുക, ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റമാണ് രാഹുൽ മാങ്കൂട്ടം MLAയുടെ ഭാഗത്തു നിന്നും അന്നും ഉണ്ടായത്, കഴിഞ്ഞ ദിവസവും ഉണ്ടായത്. പക്ഷെ ഇന്ന് ലൈംഗിക പീഡന ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിരിക്കുകയാണ് അതിജീവിത. സെക്രട്ടേറിയറ്റിലെത്തിയ അതിജീവിത ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പരാതിക്കൊപ്പം മുഖ്യമന്ത്രിക്ക് കൈമാറി. പരാതിയിൽ രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ആണുള്ളത്. പ്രത്യേക അന്വേഷണ സംഘമാണ് പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് രാഹുലിനെതിരെ പരാതി വന്ന നാൾ വഴികൾ എന്ന് പ്രേക്ഷകരെ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതായത് പരാതി നൽകിയ അതിജീവിത ലൈംഗിക ആരോപണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതി നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം. ഇന്ന് വൈകിട്ടാണ് യുവതിയുടെ ബന്ധുവിനൊപ്പം അതിജീവിത സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് പരാതിയിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഡിജിറ്റൽ തെളിവുകളടക്കം കൈമാറിയിട്ടുണ്ട്. മറ്റൊന്നാണ്, അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ആ പരാതിയിൽ പ്രധാനമായും എടുത്തു പറയുന്നത്. മറ്റൊന്ന് ലൈംഗിക ചൂഷണം നടത്തി പീഡിപ്പിച്ചു. മറ്റൊന്ന് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, വ്യക്തിഹത്യ നടത്തി. അതായത് ഈ പരാതി പറഞ്ഞ യുവതിയെ സൈബർ ഇടങ്ങളിൽ തന്നെ വലിയ തരത്തിൽ സൈബർ ആക്രമണ ഇരയായി ആ യുവതി മാറുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ്. അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികൾ വലിയ തരത്തിൽ സൈബർ ഇടത്തിൽ വലിയ തരത്തിൽ ഭീഷണിപ്പെടുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് അന്ന് ഈ യുവതി പരാതി നൽകാതിരുന്ന സമയത്ത് 5 പേർ ഇമെയിൽ വഴി പരാതി നൽകിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. അതാണ് സിജോ വി ജോൺ അല്പസമയം മുൻപ് പറഞ്ഞത്. അന്ന് ഈ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ഇനി പരിശോധിക്കാം. അതായത് പരാതി നൽകിയവരെല്ലാം മൂന്നാം കക്ഷികളായിരുന്നു. അതായത് ഈ പരാതി നൽകിയത് ഈ യുവതിയുമായി ബന്ധപ്പെട്ട് യുവതി ആയിരുന്നില്ല, യുവതിയുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ലായിരുന്നു പരാതി നൽകിയിരുന്നത്, മൂന്നാം കക്ഷികൾപ്പെട്ട ആളുകളായിരുന്നു. അതുകൊണ്ട് ഒട്ടനവധി നിയമപ്രശ്നങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇരകൾ 18 വയസ്സ് മുതൽ 60 വയസ്സ് പ്രായം വരെ ആയ ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരുന്നത് എന്നാണ് അന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് ഈ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രാഥമിക ഘട്ടത്തിൽ FIR സമർപ്പിക്കുകയാണ്. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ FIR സമർപ്പിക്കുന്ന ഒരു സാഹചര്യവും അന്ന് ഉണ്ടായി. അതിൽ തുടർ നടപടികൾ ഒന്നും തന്നെ പിന്നീട് സ്വീകരിക്കാൻ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഗുരുതര ആരോപണങ്ങളാണ് ഈ യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുള്ളത്. അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത് വ്യക്തിഹത്യയാണ്. യുവതിക്കും ഗർഭസ്ഥ ശിശുവിനും നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊലവിളി നടത്തിയെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്ന് വാട്സപ്പ് ചാറ്റുകളടക്കവും ശബ്ദരേഖകളും പുറത്തു വന്നിരുന്നു. ഇവയൊന്നും നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. അന്നും അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി തന്നെ മുറിവേൽപ്പെടുത്തുന്നത്, അതായത് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലും അതിജീവിതയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടി. എനിക്കാകെ വയ്യാണ്ടിരിക്കുകയാണ്. വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമേ. ഡ്രാമ എന്നാണ് പറയുന്നത്.
എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ ഡ്രാമ കാണിക്കാൻ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോകും, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എന്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നേ? ഞാനാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ അത് ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോകും, അവരൊറ്റയ്ക്ക് പറ്റില്ലെന്ന് പറയില്ലല്ലോ. എനിക്കറിയാം, എനിക്ക് ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ശബ്ദ സന്ദേശമാണ്. ഇനി ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, അല്പസമയം മുൻപ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രൈംബ്രാഞ്ച് ഇതിനു മുൻപ് 3-ാം കക്ഷിയുടെ പരാതിയിൽ കേസെടുത്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ 2 യുവതികളെ ഗർഭചിത്രത്തിന് വിധേയരാക്കി. ഇതിൽ ഒരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിലാണ്. 2 യുവതികളെയാണ് ഗർഭചിത്രത്തിന് വിധേയരാക്കിയതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ഇതിൽ ഒരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നും ബംഗളൂരുവിൽ വെച്ചാണ് എന്നും ഉള്ള റിപ്പോർട്ട് അന്ന് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇനിയും രാഹുലിനെതിരെ ഒരുപാട് പരാതികൾ ഉയർന്നു വന്നു. രാഹുലിനെതിരെ പരാതിയുമായി ഒരു യുവനടിയും രംഗത്ത് വന്നിരുന്നു. രാഹുലിനെതിരെ പരാതി പറഞ്ഞ യുവനടി പറഞ്ഞത് ഇങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കുകയും അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ചെയ്ത രാഹുൽ 3 വർഷത്തോളം ഇത് തുടർന്നുവെന്നും നടി പറഞ്ഞിരുന്നു. ഇയാളെക്കുറിച്ച് പല നേതാക്കളോടും പരാതി പറഞ്ഞുവെങ്കിലും തുടർന്നും കൂടുതൽ പദവികൾ കിട്ടിക്കൊണ്ടേയിരുന്നു എന്നാണ് നടി ആരോപിച്ചിരുന്നത്. നടിയുടെ ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. എനിക്കൊരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളിൽ പറഞ്ഞതിന് ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു. അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നോട് ചോദിച്ചു. ചാനൽ ചർച്ച ആണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവ്. ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം, വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഫയർ ചെയ്തു. യെസ്, ഇതാണ് യുവനടി രാഹുലിനെതിരെ വെളിപ്പെടുത്തിയത്. ഇതിൽ ഈ യുവനടി പറഞ്ഞതിനു ശേഷം വലിയ തരത്തിലുള്ള സൈബർ ആക്രമണവും ആ യുവനടിക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നമുക്കിനിയും ഇന്ന് മുഖ്യമന്ത്രിക്ക് അതിജീവിതം നൽകിയ പരാതിയിൽ ഏത് തലത്തിലാണ് കേസെടുക്കുക, എങ്ങനെയാണ് അന്വേഷണം എന്ന് പരിശോധിക്കാം. എച്ച് വെങ്കടേഷ് ആണ് കേസ് അന്വേഷിക്കുക. അത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നുള്ള ഓൾറെഡി ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുതിയ അന്വേഷണ സംഘത്തിന് സാധ്യതയുണ്ട്. വനിതാ ഉദ്യോഗസ്ഥയും ഈ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിജീവിതയുടെ രഹസ്യമൊഴി നിലവിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ വനിതാ ഉദ്യോഗസ്ഥരും ഈ സംഘത്തിലുണ്ട്. കോടതിയിൽ ഉടനെ തന്നെ അപേക്ഷ നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള കുരുക്കിലേക്ക് ഇപ്പോൾ രാഹുൽ പോയതോടെ രാഹുൽ നിലവിൽ ഒളിവിലാണ്. രാഹുൽ എവിടെയാണ് എന്ന് രാഹുലിന്റെ അനുയായികൾക്കറിയില്ല. രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ്ഡ് ആണ്. ഈ ഫേസ്ബുക്കിൽ ഒരു ഒരു പോസ്റ്റ് രാഹുൽ ഇട്ടിരുന്നു. ഈ വിവാദം വന്നത്, ഈ കേസ് എടുത്തതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. രാഹുലിന്റെ അനുയായികളോ രാഹുലിന്റെ ഓഫീസിലെ ജീവനക്കാരോ പോലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥ. അവരുടെ ഓഫീസിൽ ആളില്ല. അങ്ങനെ രാഹുൽ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വരുന്ന മണിക്കൂറുകൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പ്രത്യേകിച്ച് അതിജീവിതയുടെ മൊഴി എടുത്ത സ്ഥിതിക്ക്, രഹസ്യമൊഴി എടുത്ത സ്ഥിതിക്ക് രാഹുലിനെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു തലത്തിലേക്കായിരിക്കും അന്വേഷണ സംഘം നീങ്ങുക. വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ് അന്വേഷണ സംഘത്തിനും രാഹുലിനും.